وعن أبي هريرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إن أمتي يدعون يوم القيامة غرا محجلين من آثار الوضوء فمن استطاع منكم أن يطيل غرته فليفعل. വുളൂഇന്റെ അടയാളം കാരണം മുഖവും കൈകാലുകളും പ്രകാശിക്കുന്നവർ വെളുത്തവർ എന്നാണ് എന്റെ ഉമ്മത്തിനെ ഖിയാമത്ത് നാളിൽ വിളിക്കപ്പെടുക, സംബോധനം ചെയ്യപ്പെടുക. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അവന്റെ വുളൂഇന്റെ അവയവങ്ങളൊക്കെ കയറ്റിക്കഴുകട്ടെ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഒരിക്കൽ നബിയും സഹാബത്തും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഹാബത്തും നബി തങ്ങളോട് ചോദിച്ചു, അലിയോ നബി, ഇതുവരെയും ഭൂമിയിലേക്ക് വരാത്ത അങ്ങയുടെ അനുയായികളെ എങ്ങനെയാണ് തങ്ങൾ തിരിച്ചറിയുക എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഒരുപാട് കറുത്ത കുതിരകൾക്കിടയിൽ മുഖവും കൈകാലുകളും വെളുത്ത കുതിരകളുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റൂലേ? അത് തിരിച്ചറിയാൻ പറ്റും എന്ന് സഹാബത്ത് മറുപടി പറഞ്ഞപ്പോൾ മുത്തുനബി പറഞ്ഞു, എന്റെ ഉമ്മത്ത് വുളൂഇന്റെ കാരണം കൊണ്ട് മുഖവും കൈകാലുകളും പ്രകാശിച്ചുകൊണ്ടാണ് മഹ്ശറിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവരെ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. നോക്കൂ മുഅ്മിനീങ്ങളെ, മുത്തുനബി അമ്മയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു അടയാളമാണ് വുളൂഇന്റെ അടയാളം. അതുകൊണ്ട് തന്നെ നാം വുളൂഇൽ ഒരു പിശുക്കും കാണിക്കരുത്. വുളൂഇന്റെ വെള്ളമെത്തുന്ന എത്രയെല്ലാം സ്ഥലങ്ങളുണ്ടോ അവിടെയെല്ലാം നാളെ മഹ്ശറിൽ അവന് ആഭരണങ്ങൾ അണിയിക്കുമെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ പഠിപ്പിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. ഇപ്പൊ സാധാരണയായി നാം ഫർദ് നിസ്കാരങ്ങൾക്ക് വുളൂ എടുത്ത് പിന്നെ ബാത്റൂമിലും മറ്റൊക്കെ പോയി വുളൂ മുറിഞ്ഞു പിന്നീട് വുളൂ പുതുക്കാത്ത ഒരവസ്ഥയാണ് സാധാരണയായി നമുക്കുണ്ടാവുക എങ്കിൽ പ്രിയമുള്ളവരെ, ഇനി മുതൽ ഫർദ് നിസ്കാരങ്ങൾക്ക് വേണ്ടി മാത്രം വുളൂ നാം ചെയ്യാതെ എല്ലാ സമയത്തും ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ബാത്റൂമിൽ പോകേണ്ടി വന്നു, വുളൂ മുറിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ വുളൂ മുറിഞ്ഞു പോയി എങ്കിൽ പോലും നമ്മൾ വീണ്ടും വുളൂ എടുത്തുകൊണ്ട് ആ വുളൂവിനെ പുതുക്കുക. കാരണം വുളൂവോടുകൂടെ മരിച്ചവൻ ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുമെന്നും അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ വുളൂ എടുത്ത് കിടക്കുന്നവന് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി, അവന് ദുആ ചെയ്യാൻ വേണ്ടി ഒരു മലക്കിനെ പ്രഭാതം വരെ അല്ലാഹു തആല ഏർപ്പെടുത്തുമെന്നും ഒക്കെ ഹദീസിൽ ഇതിന്റെ വലിയ പ്രാധാന്യം നമ്മെ കാണിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു സത്യവിശ്വാസി വുളൂഇൽ മുഖം കഴുകുമ്പോൾ അവന്റെ കണ്ണുകൊണ്ട് സംഭവിച്ച എല്ലാ പാപങ്ങളും മുഖത്തിൽ നിന്ന് ഒഴുകിപ്പോകുന്ന വെള്ളത്തോടൊപ്പം ഒലിച്ചു പോകുന്നു. കൈ കഴുകുമ്പോൾ കൈ കൊണ്ട് സംഭവിച്ച പാപങ്ങളൊക്കെ കയ്യിൽ നിന്ന് ഒഴുകിപ്പോകുന്ന അതിന്റെ അവസാനത്തെ തുള്ളിയോടൊപ്പം ഒഴുകിപ്പോകുന്നു. കാല് കഴുകുമ്പോൾ കാല് കൊണ്ട് സംഭവിച്ച പാപങ്ങളൊക്കെ കാലിൽ നിന്ന് ഒഴുകിപ്പോകുന്ന വെള്ളത്തോടൊപ്പം വെള്ളത്തിന്റെ അവസാന തുള്ളിയോടൊപ്പം ഒഴുകിപ്പോകുന്നു. ഈ രൂപത്തിൽ വുളൂ തീരുമ്പോഴേക്കും അവൻ എല്ലാ പാപത്തിൽ നിന്നും ശുദ്ധനായി തീരുകയാണ്. അപ്പോൾ നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ ശുദ്ധീകരണത്തിനും നമ്മുടെ പാപമോചനത്തിനും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കാനുമൊക്കെയുള്ള വലിയൊരു ഇബാദത്താണ് വുളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം വുളൂ എപ്പോഴും നിത്യമായി സൂക്ഷിക്കുന്നവരാവുക. വുളൂവിന്റെ വെള്ളം തോർത്താതിരിക്കൽ സുന്നത്താണെന്നും മഹാന്മാർ പഠിപ്പിച്ചത് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.